Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓരോ അണുവിലും നിലനിൽക്കുന്ന ബ്രഹ്മമാണ് സത്യം. മോക്ഷം പ്രാപിക്കാനുള്ള ഒരേ ഒരു മാർഗം അതിനെ മനസ്സിലാക്കുക എന്നതാണ്. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല. ജന്മരഹിതനും നിത്യനും ശാശ്വതനുമായ ആത്മാവ് ശരീരം നശിക്കുമ്പോഴും നശിക്കുന്നില്ല. ഈ കഥ ഒരു വിശ്വാസത്തിന്റെ കഥയാണ്, എന്നാൽ അസംഭവ്യവുമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഈ ആധുനിക ലോകത്ത് ഏറ്റവും പുതുമയുള്ളൊരു മാരേജ് ആയിരുന്നു നമ്മുടേത്, അല്ലേ പ്രശാന്ത്? അതെ, ഈ മഞ്ഞിലും സമുദ്രത്തിലും പർവ്വതങ്ങളിലും ഒക്കെ സാഹസിക യാത്ര നടത്തുന്ന ചിലരെ പോലെയാണ് നമ്മുടെ വിവാഹവും ഈ യാത്രയും. ഏതായാലും ഒളിച്ചോട്ടമല്ല, വീട്ടുകാരറിഞ്ഞുകൊണ്ടുള്ള യാത്ര. ഉദ്യോഗജനകമായ ആദ്യാന്ത്യം സസ്പെൻസ് നിറഞ്ഞൊരു യാത്ര. വില്ലൻ
മന്ദാകിനിയുടെ ഫാദറോ അതോ എൻ്റെ പേരൻസോ അതോ ഈ വിധി പ്രഖ്യാപിച്ച ജോത്സനോ? ദ ഗ്രേറ്റ് അസ്ട്രോളജർ തമ്പുരാൻ. എൻ്റെ തറവാട്, ഞാൻ ജനിച്ചു വളർന്ന വീട്. ഹസ്ബൻഡ് ജീവിച്ചിരിക്കെ വിധവയെ പോലെ കഴിയുന്ന എൻ്റെ മമ്മ. ഏതോ ഒരു ജോത്സ്യന്റെ പ്രവചനം, ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലെന്ന്. ആ തറവാട്ടിൽ ആണുങ്ങൾ വാഴില്ല. ജോത്സ്യന്റെ വാക്ക് കേട്ട് അവർ രണ്ടായി പിരിഞ്ഞപ്പോ സത്യത്തിൽ ഏകനായത് ഞാനാ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ പിണങ്ങി, പിന്നെ അകന്നു. എന്റെ മമ്മയെ വിധവയെ പോലെ ജീവിക്കാൻ വിധിച്ച ആ തമ്പുരാന്റെ അടുത്തേക്ക് നിന്റെ ഫാദർ പോയത് മുതൽ നമ്മുടെ കഥ തുടങ്ങുകയായി. വർഷങ്ങൾക്ക് മുമ്പ് വേദശാസ്ത്രികൾ വാൽനക്ഷത്രത്തെ നോക്കി ഉണ്ണിയേശുവിന്റെ ജനനം പ്രവചിക്കുകയുണ്ടായി. ഞാനും ആ ഘടത്തിൽ പെടുന്നു ചിലര് പറയുന്നുണ്ട്. ജ്യോതിഷം മാത്തമാറ്റിക്സാ, തെറ്റില്ല. എനിക്കറിയാം, എന്റെ ഏക മകളാണ്. വളരെ നിർബന്ധിച്ചിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. എല്ലാം ഉറപ്പിച്ചു അല്ലേ? അതെ. മുഹൂർത്തത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്തെങ്കിലും വഴിയുണ്ടോടോ തൻ്റെ ഈ കുന്ത്രാണ്ടത്തില്? ഇപ്പൊ എല്ലാം ഐപോഡും ലാപ്ടോപ്പും ഇന്റർനെറ്റും അല്ലേ? പ്രവചനത്തിന്റെയും ജ്യോതിഷത്തിന്റെയും ഒക്കെ കാലം കഴിഞ്ഞടോ. ഇപ്പൊ ആ ചെക്കന്റെ കമ്പ്യൂട്ടറിനാ വില. അങ്ങ് പറയുന്നതാണ് എന്റെ ശരി. നാളിതുവരെ പറഞ്ഞതുപോലെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്റെ എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ തമ്പുരാന്റെ അനുഗ്രഹമുണ്ട്. വേണ്ട, ഈ വിവാഹം നടത്തണ്ട, നടത്താൻ പാടില്ല. എന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത്? ഈ ശാസ്ത്രയുഗത്തിൽ ഡാഡിയെപ്പോലുള്ള ഒരാൾ ഇതൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഐ ഫീൽ സോ പിറ്റി. ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് കാണുന്ന മറ്റുള്ളവർ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത വിവാഹം നിങ്ങൾ ഉറപ്പിച്ചു, ഇപ്പൊ പറയുന്നു പിന്മാറണമെന്ന്. ഇത് വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഇത് നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തത്. എന്തൊക്കെ പ്രതിബന്ധം ഉണ്ടായാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. തമ്പുരാന്റെ പ്രവചനം കേട്ട അന്നു മുതൽ നിന്റെ മമ്മയ്ക്ക് ആദിയാണ്. അവളിപ്പോഴും പൂജാമുറിയിൽ തന്നെയാണ്. അമ്മ പ്രാർത്ഥിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ പറഞ്ഞ മുഹൂർത്തത്തിൽ എല്ലാം നടക്കും. മോള് മറുപടി പറഞ്ഞില്ല. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല, ഡാഡിയുടെ നിർബന്ധത്തിന് സമ്മതിച്ചു.
മാരേജ് ഫിക്സ് ചെയ്തിട്ട് പിന്മാറണമെന്ന് പറയുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ഡാഡി ഇത്ര അന്ധമായിട്ട്. മോളെ, ഇറച്ചി കച്ചവടക്കാരനായ ഒരാളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഡാഡി സമ്മതം നൽകിയിരുന്നില്ല. ഞാൻ ഉറപ്പിച്ചു, വിവാഹം കഴിക്കുന്നെങ്കിൽ ഇയാളെ മാത്രം. മാറ്റമില്ല? ഇല്ല. ആസന്നമായ മൃഗീയ മരണത്തിന്റെ ഗന്ധം നിങ്ങളുടെ മക്കളെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. ആർക്കും അവരുടെ തീരുമാനങ്ങളെ മാറ്റാനുമാവില്ല. സുനാമിയും പെരുമൺ ദുരന്തവും അങ്ങ് പ്രവചിച്ചതാണല്ലോ, അതുപോലെ ഇതും. വിദേശത്തായിരുന്നതുകൊണ്ട് എന്റെ മകനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമില്ല. നാം ബ്രഹ്മജ്ഞാനിയല്ല. അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലാത്തതുമാണ്. എന്നാലും പറയാതെ വയ്യ. ഇത് നടക്കാൻ പാടില്ല. എന്തെങ്കിലും പരിഹാരം? അതെ, നമ്മൾ എവിടെയും പോകുന്നുമില്ല, ആരെയും കാണുന്നുമില്ല. തമ്പുരാന്റെ വാക്കുകൾ ധിക്കരിക്കുക എന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്നത് എന്റെ വിവാഹം ക്ഷണിക്കാൻ. എതിർത്തുള്ള ഒരു വിവാഹമാണ് നടക്കുന്നതെങ്കിൽ സ്വന്തം വീട്ടിൽ അവർ കെട്ടിക്കയറാൻ പാടില്ല. ആ വീടിനും ഒന്നാകുന്ന ജാതകങ്ങളുടെ ദോഷം സംഭവിക്കും. നാം പറയാതെ പറയുകയാണ്. 7 നാൾ, അതായത് 168 മണിക്കൂർ. അതാണ് അവർക്കുള്ള ആയുസ്. ശിവശിവ. സർവീസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ. ഇതെന്ത് പറ്റി? ഇനി ഒത്തിരി ദൂരമുണ്ടോ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക്? മെക്കാനിക്ക് വരണമെന്ന് തോന്നുന്നു. നീ ഒരു പണി ചെയ്യേ, നീ പോയി പെട്ടിയെടുക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് നടന്നു പോവാം. ശരി. ഓ, ഇതേതാണ്ട് ഗുഹ പോലെ ഉണ്ടല്ലോ. ഇതാണ് പാണ്ഡവൻ പാറ. പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്ത് ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നാളെയുടെ നേരുകൾ ചൊല്ലിപ്പറയുന്നവൻ ഭ്രാന്തൻ. ഇരുളിൻ വഴികളിൽ പൊരുളിൻ തിരിതെളിയിക്കുന്നവൻ ഭ്രാന്തൻ. നാളെയെക്കുറിച്ചറിയാത്തവനോ ഈ നരകത്തിലെ മൂടൻ. ഹേ മനുഷ്യ, കത്തിയെറിയുന്ന പച്ചമാംസത്തിന്റെ ഗന്ധം നീ അറിയുന്നില്ലേ? ചുറ്റും ശവന്തീനി പക്ഷികളുടെ കലപില ശബ്ദം, കുറുനരികളുടെ ഓരിയിടൽ. ആ ശകടം നിന്റെ വഴിമുടക്കി. അയാൾ ആരാ? ഞാനങ്ങ് പേടിച്ചു പോയി. ഭ്രാന്തനാണല്ലേ? താൻ പേടിച്ചു പോയോ? അയാൾ ഭ്രാന്തനൊന്നുമല്ല, ഒരു പുതിയ അവതാരം. പല വിദേശ രാജ്യങ്ങളിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, ഈ ഗ്രാമത്തിൽ വരുമ്പം ഒരു പ്രത്യേക ഉന്മേഷമാണ്. ഞാൻ
ഞാൻ ചോദിക്കാൻ മറന്നു, ആരുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നേ? വീടൊന്നും അല്ലടോ, തോമസ് കുട്ടിച്ചായന്റെ ഗസ്റ്റ് ഹൗസിലേക്കാ. എന്റെ ഒരു ഓൾഡ് ഫ്രണ്ടാ കക്ഷി. നാട്ടിൽ ഞാൻ അവധിക്ക് വരുമ്പോ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് പലപ്പോഴും. ആള് ചെറിയൊരു രാഷ്ട്രീയക്കാരനാ. അവിടെ വേറെ താമസക്കാരുണ്ടോ? ഹേയ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോ നമ്മൾ ഒറ്റയ്ക്ക്? ഹണിമൂണിന് അതല്ലേ നല്ലത്. സൂക്ഷിച്ച് പതുക്കെ. മുള്ളു കാണും, ചവിട്ടരുത്. പിന്നെ ഇവിടെയാണ് പണ്ട് പാഞ്ചാലി ഓടിച്ചാടി കളിച്ചത്. ബാ, മുള്ളുണ്ടായി. ആ, കുറെ നേരായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ നല്ല പരിചയമാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ട് ഈ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചില്ലേ? ഈ മുളങ്കാട്ടിലാണോ പ്രകൃതി സൗന്ദര്യം? ആഹാ, കൊള്ളാം. നല്ല സൗന്ദര്യബോധം. വാ, നടക്ക് നടക്ക്, വാ. പിന്നെ ഇതിലൂടെ വേഗം നടന്നാലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലാം. എങ്ങനെയുണ്ട്? കണ്ടിട്ടൊരു ഗോസ്റ്റ് ഹൗസ് പോലുണ്ടല്ലോ. എന്താ, പേടിയുണ്ടോ? പ്രശാന്ത് ഉള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? പിന്നെ ആ ജോത്സ്യം തമ്പുരാൻ പറഞ്ഞ മറക്കണ്ട. ഓ പിന്നെ. ഒരു വാച്ച്മാൻ ഉണ്ടെന്ന് അച്ഛനോട് ഫോണിൽ പറഞ്ഞത് കാണുന്നില്ലല്ലോ. പാക്കരാ, ഇയാളിത് എവിടെ പോയി കിടക്കുക? പാക്കരാ, നീ വാ, നമുക്ക് നോക്കാം. വെയിറ്റ്, ഇത് നമ്മുടെ ആദ്യത്തെ ഗൃഹപ്രവേശമാണ്. വലത് കാലം വെച്ച് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. പാക്കര, ഇവൻ ഇത് എവിടെ പോയി? പാക്കര, എടോ പാക്കര. അപ്പുറം പോയി നോക്കാം. ഇവിടെ എങ്ങും ഒരു മനുഷ്യനില്ലെന്നാണോ? തനിക്ക് ഫ്രഷ് ആവണമെങ്കിൽ അവിടെ ബാത്റൂം ഉണ്ട്. പെൺ എവിടെ? ആരും ഇല്ലല്ലോ ഇവിടെ. നിനക്ക് വെറുതെ തോന്നിയതാവും.
എന്താ? എന്ത് പറ്റി? പ്രശാന്ത് സാറ്. പാക്കരൻ, അതെ. താൻ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അയ്യോ, വേറെ ആരുണ്ട് ഇവിടെ? ഉണ്ട് സാറേ, ഒരു ഫാമിലി ഉണ്ട്. തൊട്ടപ്പുറത്തെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ഒന്നും പേടിക്കണ്ട സാറേ, ഞാനില്ലേ സാറേ. എന്നിട്ടാണോ താൻ പേടിച്ചോടിയത്? ഇതെല്ലാം പാക്കന്റെ ഒരു നമ്പറല്ലേ സാറേ. അയ്യോ, അൺഎക്സ്പെക്ടഡ് മീറ്റിംഗ്, അവിചാരിതമായ കണ്ടുമുട്ടൽ, ഓവർകമ്മിങ് ഓൾ ഒബ്സ്റ്റിക്കിൾസ്. അതാണ് യുദ്ധജയം. ഇന്നലെ വരെ നമുക്ക് പല കഥകളും ഉണ്ടാകാം, പക്ഷേ ഇന്ന് മുതൽ എവറിത്തിങ് ഹാസ് ടു ബി ഫോർഗട്ടൻ. ഐ നെവർ ഡിസൈഡഡ് ടു മാരി. ജോൾസിന്റെ പ്രഡിക്ഷൻ അതാണ് കിടക്കയിൽ എത്തിച്ചത്. 7 ദിനരാത്രങ്ങൾ, 168 hours. അതാണ് നമ്മുടെ ആയുസിന്റെ ദീർഘം. അതിൽ നിന്ന് 10 മണിക്കൂറോളം കുറഞ്ഞു, ഇനി 158 മണിക്കൂർ. സോ പിന്നെ ഫസ്റ്റ് നൈറ്റ് എല്ലാ കപ്പിൾസും സംസാരിച്ച് ടൈം കളയും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഇതാരെ ഈ സമയത്ത്? എന്താടോ? പുറത്ത് നല്ല തണുപ്പുണ്ട് സാറേ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? ഈ സമയത്ത് വന്ന് കഥകിന് മുട്ടിയത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇഷ്ടപ്പെട്ടില്ല. ആ, സാർ ഗൾഫിലായിരുന്നല്ലോ. ഈ ഗൾഫിലൊക്കെ നിൽപ്പനാണോ ഇരിപ്പനാണോ ഈ ഫസ്റ്റ് നൈറ്റിന്? അല്ല സാറേ, ഞാൻ പറഞ്ഞ സ്മാൾ സ്മാൾ നല്ലോണം ട്രീറ്റ് ചെയ്യണമെന്ന് തോമസ് അച്ചാ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്മോൾ അടിക്കാറില്ലടോ. അതും അച്ചാ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം വന്നാൽ 1.5 പെഗ്. എന്റെ സാറേ, ഫസ്റ്റ് നൈറ്റിൽ ഇവനെ ഒരെണ്ണം പിടിച്ചാൽ സംഗതി ഉഷാറാകും. തന്റെ ഭാര്യ എവിടെയാണ്? എൻ്റെ സാറേ, എൻ്റെ ഭാര്യയെ എനിക്കൊന്ന് കാണണമെങ്കിൽ മുഹൂർത്തം നോക്കേണ്ടി വരും കേട്ടോ. ചിയേഴ്സ്. ഇതുപോലെ ഒറ്റ വലിക്ക് കുടിക്കാൻ എന്നെ പോലെ സ്ട്രോങ് കുടിക്കാർക്കേ പറ്റത്തുള്ളൂ. സമ്മതിച്ചിരിക്കുന്നു. ഈ 1.5 പെഗ്ഗാണെന്ന് പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നോട് വഴി. അത്രയധികം കഴിച്ചാൽ നാളെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മൂക്കും കുത്തി താഴെ വീഴും. പിന്നെ കൊച്ചമ്മ എന്നെ കാണുമ്പം ചീത്ത പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കാം കേട്ടോ. അയ്യോ, ഇത് എന്നെ പൊട്ടിക്കുമെന്നാ തോന്നുന്നു. ഞാൻ തന്നെ എടുത്ത് മേളിൽ കൊണ്ടുപോണ്ട ഗതികേടാ വന്നിരിക്കുന്നു. താങ്കുവല്ലോ വേണോ സാറേ? ഓടോ. കൊണ്ട് സാറേ പതുക്കെ പോ. ഈ കണക്കിന് മേളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും നടക്കുന്നുള്ള കാര്യം ഉറപ്പ്. ഇവിടെ നിൽക്കുവാണോ? സോറിടാ, ഐ എം റിയലി സോറി. ഒരല്പം ലേറ്റായി. സോറി മോളെ, ഐ എം വെരി വെരി സോറി.
ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇന്നലെ രാത്രി എന്തായിരുന്നു ബഹളം? ഞാൻ പേടിച്ചു പോയി. നിലത്ത് കിടന്നാ ഉറങ്ങിയെ. ഒരു പൊളിറ്റീഷ്യന് രാഷ്ട്രീയമല്ലാതെ സംസാരിക്കാൻ മറ്റു വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞാ കേട്ടോ, ഞങ്ങൾ ഈ അച്ചായന്മാർക്കൊരു പാർട്ടിയുണ്ട്. അതങ്ങ് കോട്ടയം ബേസ്ഡാ. ഒറ്റയ്ക്ക് നിന്നാൽ 1-2 ലക്ഷം പേര് കാണും പാർട്ടിക്ക്. പിന്നെ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ സ്ഥാനമാനങ്ങളൊക്കെ ഞങ്ങൾ അച്ചായന്മാർക്കേ കൊടുക്കുക കേട്ടാ. എന്ന് വെച്ച് ഞങ്ങൾ വർഗീയ പാർട്ടിയൊന്നുമല്ല. പിന്നെ എന്നാന്ന് വെച്ചാ നമ്മുടെ നേതാക്കന്മാർ വിളിച്ച അപ്പം അങ്ങ് ഓടിച്ചെന്നേക്കണം. അതുകൊണ്ടാടോ തന്നെ ഇന്നലെ ഞാൻ കാണാൻ വരാതിരുന്നേ. പിന്നെ ഗസ്റ്റ് ഹൗസിൽ എങ്ങനെ ഉണ്ടായിരുന്നു തൻ്റെ ഫസ്റ്റ് നൈറ്റൊക്കെ? അത് പറയാൻ കൂടി തന്നെയാ വന്നത്. ഷേർലി ചേച്ചി കേൾക്കണ്ട. അതെന്താ? അവള് തൻ്റെ വൈഫുമായിട്ട് അകത്ത് അതരവ്യായാമം തുടങ്ങിയിരിക്കുക. പിന്നെ രാഷ്ട്രീയം ഒഴിച്ച് ലോകത്ത് എന്നാ വിഷയം വേണമെങ്കിലും അവൾ കൈകാര്യം ചെയ്യും. ഈശോ, അവളുടെ മുമ്പിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ മന്ദാകിനി ഇച്ചിരി പാടുപെടേണ്ടി വരും. നീ പറ. അതല്ല ചായ, അതൊരു സീരിയസ് വിഷയമാ. നിനക്ക് എപ്പോഴും സീരിയസ് ആണല്ലോ. നിന്റെ ഒരു സീരിയസ്. ഇന്നലെ എത്ര പേർക്ക് അടിച്ചു? ബാത്റൂം വിളിച്ചപ്പോ പറഞ്ഞു. അതല്ല ചായ, അവളൊരു മനുഷ്യ സ്ത്രീ അല്ല. മന്ദാകിനി. കളിക്കാൻ പോയി പഠിക്ക്. പ്ലീസ് അമ്മേ. ശരി, പോയിക്കോ. അച്ചായനെ എപ്പോഴും ടൂറിലാ. വെറുതെ ബോറടിക്കുമ്പം ഞാൻ എൻഗേജ് ആവാൻ വേണ്ടിയാ ആ ഗസ്റ്റ് ഹൗസ് തുടങ്ങിയത്. പക്ഷേ ഞാൻ അവിടെ പോവാറില്ല കേട്ടോ. അതെ, അവിടെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗസ്റ്റുകളൊന്നും അവിടെ വന്ന് താമസിക്കാറില്ല. പിന്നെ നമ്മുടെ പ്രശാന്തിന് യക്ഷികളും പ്രേതങ്ങളൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. കുടിക്കൂ. നിങ്ങളെക്കുറിച്ച് അച്ചായനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജോൽസിന്റെ പ്രവചനവും എതിർപ്പുകൾ അവഗണിച്ച നിങ്ങളുടെ വിവാഹവും 7 ദിവസത്തെ ഒഴിവ് കാലത്തിന് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്കുള്ള വരവും എല്ലാം. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. അപ്പോ സംഭവ ബഹുലമല്ലാത്ത ഒരു രാത്രിയും കൂടെ കഴിഞ്ഞു. ജോൽസിന്റെ പ്രവചന പ്രകാരം ഇനി 6 നാള് ബാക്കിയുണ്ട് അല്ലേ? കുടിക്കൂ. അച്ചായനൊരു മറുപടിയും പറയുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പം വെള്ളത്തിന്റെ പുറത്തെങ്ങാനും നല്ല പേടി സ്വപ്നം കണ്ട്. അച്ചായോ, ഇത് കേട്ടോ? നമ്മുടെ കക്ഷിയെ നല്ല നർത്തകിയാണ്. പാട്ടും പാടും. സ്കൂളിലും കോളേജിലും ഒക്കെ കലാതിലകായിരുന്നു അത്രേ. പോവാറുണ്ടോ? കലാതിലകാവുമ്പോ അതിനും പോവായിരിക്കും അല്ലേ? അല്ല, അച്ചായൻ എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കല്ല, പ്രശാന്തിന് ഒരു സംശയം. ഇല്ലടാ. എന്ത് സംശയം? കണ്ടില്ലേ,
അതെ, നമ്മുടെ കഥ തുടങ്ങിയിട്ട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞല്ലോ. കൊണ്ടോണ് ഇനി നമുക്കൊരു ഗാനായാലോ? ആര്? അത് നമ്മുടെ കലാതിലകം മന്ദാകിനിയുടെ ഒരു കലക്കൻ ഗാനം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരെയും ഗായകരെയും ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ ഒരു പഴയ ഗാനം ആയിക്കോട്ടെ അല്ലേ? ഇപ്പോഴത്തെ ഈ ബാത്റൂം ഗാനങ്ങൾക്കൊന്നും ഒരു ആയുസില്ലെന്നേ. തുള്ളക്കാരെ പോലെ ഇങ്ങനെ വലിഞ്ഞു കയറി തുള്ളി പാടുന്ന ഒരേ പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പഴയ ഗാനം ഉണ്ടായിരുന്നു. അതൊന്ന് പാടുവോ? ഈ ഇച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ഭാർഗവി നിലത്തിലെ പൊട്ടി തകർന്നു ഗാനല്ലേ? അതെ അതെ അതെ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്നാലും മോള് പാടിക്കോ. പൊട്ടി തകർന്ന പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല കെട്ടി, പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. തോമസ് കുട്ടി വിളിച്ചിരുന്നു ഇന്നലെ രാത്രി. രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആട്ടവും പാട്ടും ഇല്ലാതിരുന്ന മന്ദാകിനി ഇന്നലെ പാട്ട് പാടി. എന്ത്? അവൾ പാടിയെന്നു? ഷേർലി അവളെ കൊണ്ട് പാടിപ്പിച്ചു. നന്നായിരുന്നെന്നും പറഞ്ഞു. പിന്നെ പ്രശാന്ത് നല്ലൊരു ആസ്വാദകനാണെന്നും. എന്തായാലും ഈ കാണുന്ന മാറ്റം ഒരു ശുഭസൂചകമായി ഞാൻ കാണുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തമ്പുരാന്റെ വാക്കുകൾ പിഴയ്ക്കുമെന്ന്. ആരാന്ന് പേടിച്ചു പോയല്ലോ. ആരാണെന്ന്? എന്തു പറ്റി? മുഖം ഗ്ലൂമിയായിരിക്കുന്നല്ലോ. നാളെ നമുക്ക് വീട്ടിൽ പോണം. 7 ദിവസം കഴിഞ്ഞ് ചെല്ലാന്നല്ലേ പറഞ്ഞത്? എന്താ സുഖമില്ലേ? കടക്കടി ഇവിടെ.
ഇത് തന്നെയാണ് ഹോസ്പിറ്റല്. നോക്കാം. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓ എന്താ നിർത്ത. എന്ത് പൈസാണോ? അയ്യോ ഇത് മാറാണോ? ഓപ്പറേഷൻ തിയേറ്ററാ തോന്നല്ലേ? ഓപ്പറേഷൻ കാഷ്വാലി എന്താണാവും? അയ്യോ പഠിക്കാൻ പറ്റുന്ന കുഴപ്പം ആരോഗ്യം കിട്ടോ? അയ്യോ അല്ലെങ്കിൽ വേണ്ട, പോയി നോക്കാം. ഡോക്ടറാണല്ലേ? ഓ നേഴ്സ്. ഓ കമ്പോഡർ. താൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? ഞാൻ ഗുണ്ടറാവു. ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ. തോമസുട്ടി ചായൻ്റെ റിസോർട്ടിൽ നിന്ന്. ആരാണ്? എന്താ വേണ്ടത്? ഞാൻ രാഘവേന്ദ്ര റാവുവിൻ്റെ വീട്ടിലെ കുക്കാ. ശരിക്കും പറഞ്ഞാ ഞങ്ങളുടെ കുഞ്ഞാ ആ മന്ദാകിനി. ഓ, തോമസ് ഊട്ടിയുടെ റിസോർട്ടിലെ ഗസ്റ്റ് പ്രശാന്ത് മന്ദാകിനി. യെസ് യെസ്. തോമസ് ഊട്ടിയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഐ സി. അപ്പൊ ജീവൻ തിരിച്ചു കിട്ടിയല്ലേ? കഷ്ടം. ഇവിടെ ആരുമില്ലേ? ആരത്? അയ്യോ അയ്യോ എന്ത് കുത്രാടാ അവിടെ ഇരിക്കാൻ. അവിടെ കടന്ന് വിരിക്കടാപ്പാ. നീയായിരുന്നോ പാക്കര? എന്തു പറ്റിയെനിക്ക്? അയ്യോ അയ്യോ അത് ശരി. എന്റെ ദൈവമേ. അയ്യോ ഇത് വെച്ചോണ്ട് വലിച്ചോട്ടാ. അവിടെ ഇരിക്കി. രക്ഷപ്പെട്ട് പോയല്ലോ. കഷ്ടം. എവിടെ വന്ന് നിൽക്കണം? നീ ഇതെന്നാ പണിയാടെ കാണിക്കുന്നേ? ഞാൻ രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. ഇന്നലെ നീ ഇച്ചിരി ഓവറായിരുന്നില്ലയോ? എന്നാനിപ്പ ചെയ്യാ? ഈ കണക്കിന് പോയാൽ പ്രവചനം വലിക്കുവേ. ഏതോ ഭാഗ്യത്തിന് ജീവൻ രക്ഷപ്പെട്ടതാ. സംസാരശേഷി തിരിച്ചു കിട്ടുന്ന പോലും ഉറപ്പായിട്ടില്ല. അയാൾ ഞാനാണെന്ന് കരുതിയ വാച്ചറിനെ. പ്രശാന്ത് അവൻ അത്രക്കാരനല്ല, നല്ലവനാ. വേറെ ആരോ നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. മോള് പേടിക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മോള് വാ, വിഷമിക്കണ്ട. ചില സംശയങ്ങൾ തോന്നലുകൾക്കിടയാക്കും. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടില്ലെങ്കിലും അപായപ്പെടുത്തും. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ആണ് ആവശ്യം.
സർപ്രൈസാ. വേണ്ട, എന്നെ മറന്നു കളഞ്ഞില്ലേ? ആര് മറന്നു? ഞാനാ? ഈ ജന്മത്തിൽ എനിക്കതിനാവുമോ? പിന്നെ അവളോ? ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ മുമ്പിൽ അവൾ വൈഫ്. എനിക്കൊരബദ്ധം പറ്റി. അത് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ രാത്രികളിലാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും പ്രശാന്ത് അന്വേഷിച്ചതേയില്ല. മമ്മയുമായി പിണങ്ങി നാട് വിടുമ്പോൾ എന്നെ തിരികെ വിളിക്കുമെന്ന് കരുതി. എൻ്റെ ഏതൊരാഗ്രഹവും സാധിച്ചു തരുന്ന മമ്മ ഒന്നു മാത്രം സമ്മതിച്ചില്ല: നീയുമായുള്ള വിവാഹം. മമ്മയ്ക്കൊരു വാശി പോലെയായിരുന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. പല രീതിയിൽ നീയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും തടസ്സം നിന്റെ അച്ഛൻ സുന്ദരമൂർത്തി. എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അല്ല, നീ ഇവിടെ എങ്ങനെ വന്നു? ആ ഗസ്റ്റ് ഹൗസിൽ ഒരാളെ കണ്ടു. അയാളാണോ നിന്റെ ഹസ്ബൻഡ്? അതൊക്കെ പിന്നെ പറയാം. പ്രശാന്തിന്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട ഗസ്റ്റ് ഹൗസിൽ കുറെ പ്രാവശ്യം എന്നെയും കൂട്ടിക്കൊണ്ടുവന്നതല്ലേ? അതൊക്കെ അങ്ങ് പെട്ടെന്ന് മറക്കാനാവോ? എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഇനി ചക്കരപ്പുണ്ടാരോ പുന്നാരപ്പുണ്ടാരോ ഈ പാതിരാത്രി വെച്ച് എങ്ങോട്ടാണ്? ഷാജി, എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എവിടെയായിരുന്നു? ഞാനും ചോദിക്കുന്നത് അത് തന്നെയാണ്. നീ എവിടെയായിരുന്നു? മനസ്സുകൊണ്ട് നമ്മൾ ഒന്നായതാണ്. മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ നിമിഷം വരെ. നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ദിവ്യദൃഷ്ടിയൊന്നുമല്ല, ഒരു ഇല്യൂഷൻ. അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച, അതും വിവാഹം കഴിഞ്ഞ്. ഞാൻ നിന്നെ തേടി നടന്നത് ഒരു കാമുകനായിട്ടല്ല, കണ്ടെത്തുവാനുള്ള എന്റെ ഒരു വാശി. ഷാജിക്ക് മറക്കാനാവില്ല അല്ലേ?
അയാളൊരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി വാച്ചറിന്റെ കഴുത്ത് ഞെരിച്ച് അയാൾ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ അറിഞ്ഞു. അയാൾ സ്വപ്നം കണ്ടതാണെന്ന് അച്ചായൻ പറഞ്ഞത്. ഒരുപക്ഷെ ഞാനാണെന്ന് ധരിച്ചായിരിക്കും. എനിക്ക് ഭയം തോന്നുന്നു. ഒരു നിഴല് പോലെ നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ കുറെ അധികം സ്വപ്നങ്ങൾ കണ്ടു, ഒന്നിച്ച് ജീവിക്കാൻ കൊതിച്ചു. പക്ഷേ വിധി ഒന്നും അനുവദിച്ചില്ല. ഒടുവിൽ ഒരു മാനസിക രോഗിക്ക് തലകുനിക്കേണ്ടി വന്നു. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഷാജി വിളിച്ച് ഞാൻ എവിടെയും വരും. ഞാൻ വിളിച്ചാൽ നീ വരുമോ? വരും. അയാളെ കൊന്നിട്ടാണെങ്കിലും. ശബ്ദം ஏண்டா இந்த மாதிரி பாக்குற? நான் சுந்தரமாடா. நான் சுந்தரமூர்த்தி தெரியாதா? சேலத்துக்காரன், பெரிய பைனான்சர். அது முன்னாடி, இப்ப இல்ல, அது அப்படியே போச்சு. எனக்கு കൊച്ചു മുതലാളിയെ பார்க்கணும். പ്രശാന്തിനെ, അവനെ എനിക്ക് വേണോ? എനിക്ക് അവനെ വേണോ? இந்த கத்தி எதுக்குன்னு தெரியுமா? இந்த கத்தி உங்களோட பிரசாந்த் முதலாளி துரோகம் செய்தது தெரியுமா? എനിക്ക് അവനെ കുത്തിക്കീറി കൊടൽമാല വലിച്ചു പുറത്തെടുത്ത് രക്തം നാക്കി നാക്കി കുടിക്കണം. എങ്കിലേ എനിക്ക് കലി അടങ്ങും. இந்த ഡയലോഗ് കേട്ടിരിക്ക. എന്റെ അരുമയാണ് പൊന്നിനെ ഏമാത്തി പഴപ്പിച്ച് നാടുവിട്ട ദ്രോഹി. അവനെ തേടിത്തന്നാൻ ഇങ്ങ വന്നേ. അവനെ തേടിത്തന്നാൻ ഇങ്ങ വന്നേ. എനിക്കവനെ വേണം. എനിക്കവനെ വേണം. சொல்ற எங்க வந்தீங்க? எனக்கு அவன வேணும். எங்க வந்தீங்க? அவனை விட மாட்டேன். அவங்கள விட மாட்டேன். விட மாட்டேன். விடுதே. பிரசாந்த் விட மாட்டேன். முன்னாடி ചിമ്മി ചിമ്മി പുതുവർണ്ണം പെയ്യും മഴവില്ലാലൊരു കാവ്യം പോലെ സണ്ണി സിൽക്സ് കല്യാണത്തിൻ കനവാകെ നെയ്യും പൊൻപുടവയേകും സണ്ണി സിൽക്സ് ഓർമ്മയിലെന്നും ഇത് മാത്രം
ഞാൻ പറയുന്നത് കേട്ടാ നീ വിശ്വസിക്കുന്നു തോന്നുന്നില്ല. എൻ്റെ ഭാര്യ ഒരു പിശാചാണ്, യക്ഷിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വട്ടാണെന്ന് ചിലർ. ആദ്യ രാത്രിയിൽ അവളുടെ രൂപം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. രണ്ടാമത്തെ രാത്രിയിൽ മൂർഖൻ പാമ്പായി. ആരോട് പറയാൻ, ആര് വിശ്വസിക്കാൻ? ലിക്കർ ഓവറായി കഴിച്ചതിൻ്റെ തോന്നലാണെന്നാ ഈ ചയം പറയുന്നത്. എനിക്കറിയില്ലേ പ്രശാന്തിന്. സ്മോൾ അടിച്ചാ പിന്നെ വേറൊരു മൂടാ. നീയും എന്നെ വിശ്വസിക്കില്ല? ഇന്ന് രാത്രി വേണമെങ്കിൽ അവളുടെ വിശ്വരൂപം ഞാൻ കാണിച്ചു തരാം. എനിക്കൊന്നും കാണണ്ട. ഇനി മുതൽ പ്രശാന്തിനെ മാത്രം എനിക്ക് മതി. ഈ പ്രശാന്തിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഈ കൂടിക്കാഴ്ച, അതും മാരേജിന് ശേഷം. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഞാൻ പറയുന്നത് അനുസരിക്കുമോ? നീ പറഞ്ഞിട്ടുള്ളതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. എൻ്റെ വിവാഹം പോലെ എതിർപ്പിലൂടെയാണ്. ആ തെറ്റ് തിരുത്തണം. നീ പറ, ഞാൻ എന്ത് ചെയ്യണം? താങ്കൾ എന്നെ ചതിക്കുകയായിരുന്നു. അവളെ എന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. ഓൻ എന്താ ഈ പറയുന്നേ? അവളൊരു മാനസിക രോഗിയോ ഭ്രാന്തിയോ അല്ല. നീ എന്താ ഈ പറയുന്നത്? അവൾ യക്ഷിയാണ്. എന്റെ രക്തം കുടിക്കാൻ വേണ്ടി വന്ന യക്ഷി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം. മോനെ, അവിവേകമൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ മോശം സമയമാണ്. സൂക്ഷിക്കണം. എങ്ങനുണ്ട്? ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയതാ. പൊന്നിനെ സ്നേഹിക്കാത്ത ഒരു പെണ്ണുണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കും. ഈ താലിമാലയ്ക്കൊപ്പം ഇതോടെ കിടക്കട്ടെ. നീ ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക്സ്. ദേ, ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇവിടെ കുറച്ച് കറങ്ങി നടന്നതാണല്ലോ.
പ്രസാദ് സാർ, പോകരുത്, കൊന്നുകളയും. ഇതുപോലെ നിന്നെ വാ തുറക്കാതിരിക്കാൻ. ഞാൻ ദേവദാസ ഗുരുക്കൾ. അല്പം വട്ടുണ്ടെന്ന് ചിലർ പറയും. കാരണം പ്രേതാത്മാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. എപ്പോഴും അവരുമായിട്ടാണ് സല്ലാപം. അതുകൊണ്ടായിരിക്കണം ഗുരുക്കളായ എന്നെ കിറുക്കൻ എന്ന് വിളിക്കാൻ കാരണം. ഈ യാത്ര അച്ചായന് വേണ്ടിയിട്ടാണ്. എന്നെ നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. നിങ്ങൾ ആരാണ്? നീ ആരാണ്? നീ മന്ദാകിനി അല്ലെന്ന് എനിക്കറിയാം. നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് അവനെ വേണം, പ്രശാന്തിനെ. അവനെ എനിക്ക് കൊല്ലണം. നിന്റെ ഭർത്താവാണ് പ്രശാന്ത്. എന്തിനയാളെ കൊല്ലണം? എനിക്കും ഷാജിക്കും ഒന്നിച്ച് ജീവിക്കാൻ. ഷാജി എന്റെ അടുത്ത് തന്നെയുണ്ട്, ഈ റിസോർട്ടിൽ. എന്റെ ട്രീസ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. പ്രശാന്തിനെ അവൾക്ക് അത്രയും വിശ്വാസമാണ്. ഇന്ന് രാത്രി, ഈ രാത്രി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ രോഗികളൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടുപേർക്കും പൂർവ്വകാല ബന്ധങ്ങൾ. ഒരാൾ കാമുകിയുടെയും മറ്റൊരാൾ കാമുകന്റെയും വാക്കുകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നു. അത് അപകടമാണ്. പ്രശാന്തിന് വേറെ കാമുകിയുണ്ടെന്നോ? അതെ. എവിടെ? നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ. ഗസ്റ്റ് ഹൗസിന്റെ ഔട്ട് ഹൗസിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. പക്ഷെ അവരിവരുടെ കാമുകന്മാരാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ നേരി കാണണം, പിന്തിരിപ്പിക്കണം. ഗസ്റ്റ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെ മാറ്റണം.
പൂർവ്വകാമുകനും കാമുകിക്കും വേണ്ടി ജീവിത പങ്കാളികളെ കൊലപ്പെടുത്തണം. അതാണ് അവരുടെ ലക്ഷ്യം. ഈ യുവതലമുറയ്ക്ക് എന്ത് പറ്റി? യാഥാർത്ഥ്യം അറിയണമെങ്കിൽ പ്രശാന്തിന്റെ കാമുകിയെ നേരിൽ കാണണം. അറിയാതെ ആരോരും അറിയാതെയും അകതാരിലാലോലമനുരാഗമാ കനവിൽ നിലാവിൻ തളിർക്കൂമ്പ് പോൽ അലിയാൻ നീ അണയോ എൻ ജീവനിൽ. അകലാതെ ഒരു നാളും അകലാതെ എൻ്റെ മനമാകെ മലത്തൂകിവാ. പറയാതെ ആരോടും പറയാതെ നീ എൻ ഉയിരിൻ്റെ ഉയിരായി വാ. അറിയാതെ ആരോരും അറിയാതെ എൻ അകതാരിലാലോലമനുരാഗമായി കനവിൽ നിലാവിൻ തളിർക്കൂമ്പ് പോൽ അലിയാൻ നീ അണയോ എൻ ജീവനിൽ. ജന്മങ്ങൾ തോറും നീ എൻ ജീവനെന്നോ തമ്മിൽ നാം ചേരും നാളിന്നോ മലേ ചാരി നീ അറിയാതെ ആരോരും അറിയാതെ അകതാരിലാലോലമനുരാഗമാ. അവൻ ചതിക്കുമോ മോളെ? നിനക്ക് വിശ്വാസമാണെങ്കിലും എനിക്ക് വിശ്വാസമില്ല. സീരിയലിലും സിനിമകളിലൊക്കെ കേട്ടും മടുത്തിട്ടുള്ളതാണ് ഈ പ്രേമം. വിജയിച്ചു എന്നേ എല്ലാരും പറയൂ. അല്ലമ്മേ, പ്രശാന്ത് നല്ലവനാ. ആയിരിക്കാം. അവർ വലിയ പണക്കാരും കുടുംബക്കാരും ഒക്കെയാണ്. എന്നാ മാതാപിതാക്കള് പിണങ്ങി പിരിഞ്ഞ് 2 വീടുകളിലായി താമസിക്കുന്നവരാ. അപ്പോ അവൻ്റെയും സ്വഭാവം അതെനിക്ക് നന്നായിട്ടറിയാം. അവന് ഞാൻ മാത്രമുള്ളമ്മേ. എനിക്ക് ഭയം തോന്നുന്നു. അയ്യേ, അമ്മ പേടിക്കണ്ട. ഞങ്ങളെ ആരും കൊല്ലുകയില്ല, ഞങ്ങൾ മരിക്കുകയില്ല. ഒരുമിച്ച് ജീവിക്കും, എന്നും എപ്പോഴും. ഈ കഷ്ടപ്പാടിൽ നിന്ന് എൻ്റെ അമ്മേനെ ഞാൻ രക്ഷിക്കും. എന്നിട്ട് നമ്മൾ 3 പേരും കൂടെ സുഖമായിട്ട് ജീവിക്കും. അമ്മ, പ്രശാന്ത് തന്ന ഗിഫ്റ്റ് ബർത്ത്ഡേക്ക്. നമുക്കൊരു സെൽഫി എടുക്കാം. അടികുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ അമ്മയും മോളും സെൽഫി എടുത്ത് കളിക്കുകയാണല്ലേ?
അതിങ്ങത്താ കൊള്ളാമല്ലോടി മോളെ. തിരുമണമൊക്കെ ഉറപ്പിച്ചാ? ഇതവന്റെ ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ? ഇതിനകത്ത് നിന്റെ വേറെ വല്ലതും ഉണ്ടാ അവന് കാണാൻ? அந்த തെങ്ങ് ഞാൻ നട്ടത് 20 വർഷം മുന്നാടി. அந்த തെങ്ങ് വളർന്നു വലുതായപ്പോ അതിലെ ഇളനീര് മുതലേ കുടിച്ചത് ഞാൻ നട്ട തെങ്ങിലെ കരിക്ക് എനിക്ക് കൊടുക്കാമെങ്കിൽ നമ്മ നട്ട തെങ്ങിലെ കരിക്ക് എനിക്ക് കുടിച്ചുകൂടെ? മുടിയാതെ ഡാഡിയെ കൊണ്ട് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. മമ്മയാണ് പ്രശ്നം. ഒരു വിധത്തിലും നമ്മുടെ ഈ ബന്ധം സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഇനി എന്താ ചെയ്യാ? ഒരൊളിച്ചോട്ടം. മമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കാണാതെ ഒരു ദിവസം പോലും കഴിയാനാവില്ല. ഞാൻ ചില ഐഡിയകൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? ഒന്ന് ഭയപ്പെടുത്തണം. ഒരു സസ്പെൻസ് ആവട്ടെ. അമ്മ മോനെ, ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മോൻ അറിയാലോ. എന്റെ ഭർത്താവെന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. അത് പിന്നെ എൻ്റെ മമ്മയെ സമ്മതിപ്പിക്കണം. കുറച്ചു നാൾ കൂടി ഒന്ന് ക്ഷമിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് പിന്നീടുള്ള പ്രതീക്ഷ പ്രശാന്തിൽ മാത്രമായിരുന്നു. എന്നാലൊരു ദിവസം ഞാൻ അറിഞ്ഞു, മാതാപിതാക്കളോട് പിണങ്ങി അയാൾ നാട് വിട്ടു പോയി എന്ന്. ഞാൻ തളർന്നു പോയി. എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. എല്ലാ ദിവസവും ഞാൻ അവക്കായിട്ട് കാവലിരുന്നു. പുറം ലോകത്തെ ഭയന്നിട്ടല്ല, സ്വന്തം വീടിനെ മാത്രം ഭയന്ന്. അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിന് അയാൾ ഒരു ദിവസം കൊല്ലാൻ ശ്രമിച്ചു. നാട്ടുകാരോട് കൂടിയതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അപ്പൻ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് നാട്ടിൽ വാർത്തയായി. പ്രശാന്തിന്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞു. എന്റെ മകൾക്ക് വേണ്ടി ആ 2 വീട്ടിലും
മാറി കയറി ഇറങ്ങി. കരയുണ്ടാന്ന്. എന്തിനാ കരയുന്നേ? പാപ്പ വേണോ? പാപ്പ തരാട്ടോ. പാപ്പ എന്തേ? പാപ്പ എന്തേ? പാപ്പ എന്തേ? പാപ്പ ഉണ്ടല്ലോ. അപ്പോഴോട് വിളിച്ചോറേ, അപ്പോഴോട് വിളിച്ചോറേ. ഹലോ പ്രശാന്ത് ഏട്ടാ, ദേ മോൻ കരയാ. ഇന്നലെ മുതലേ കരഞ്ഞുകൊണ്ടിരിക്കുക. മോൻ ഒന്നും കഴിക്കുന്നില്ല. മോൻ്റെ കൈ കൊടുക്കണോ? പറ, പാപ്പ കൊണ്ടുവരാൻ പറ. പാപ്പ കൊണ്ടുവരാൻ പറ. പാപ്പ കൊണ്ടുവരാൻ പറ. കരയണ്ടെന്ന് പറഞ്ഞില്ലേ? കരയണ്ടെന്ന് പറഞ്ഞില്ലേ? കരയണ്ട, അടിയുള്ളൂ. ഞാൻ കൊന്നു. ജന്മം നൽകിയാളുടെ പീഡനമേറ്റ് മരിക്കുന്നതിലും നല്ലത് മരിച്ചു വിറങ്ങലിച്ച് കിടക്കുന്ന എന്റെ മോളുടെ ശരീരം കണ്ടാൽ അയാൾ അതിനെയും അതുകൊണ്ട് അതിരുകളില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ നിഗൂഢത കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. കൊല്ലപ്പെട്ട ട്രീസ കാമുകനോടൊപ്പം ജീവിക്കുന്നു. അപ്പോൾ മന്ദാകിനിയുടെ കാമുകൻ ഈ പ്രശാന്ത് സാറിനെ പ്രേമിക്കുന്ന പെൺകുട്ടി ജീവിച്ചിരിപ്പില്ലേ? അപ്പൊ അത് പ്രേതമാണല്ലേ? ഈ മനുഷ്യനെ പ്രേമിക്കാൻ പ്രേതം യക്ഷിയൊക്കെ എത്തൂ? എനിക്ക്
കാതിൽ നിൻ സ്വരമന്ത്രണം കൂടെ നീ വാ. അറിയാതെ ആരോരും അറിയാതെ അകതാരിലാലോലമനുരാഗമാ കനവിൽ നിലാവിൻ തളിർക്കൂമ്പു പോലെ അലിയാൻ നീ അണയൂ എൻ ജീവനിൽ. അകലാതെ ഒരു നാളും അകലാതെ എൻ്റെ മനമാകെ മലത്തൂകിവാ. പറയാതെ ആരോടും പറയാതെ നീ എൻ ഉയിരിൻ്റെ ഉയിരായി വാ. അറിയാതെ ആരോരും അറിയാതെ അകതാരിലാലോലമനുരാഗമാ. ആഹാ ലല്ലലെല്ലാം പാടി വരും തെന്നലേ. ഇത് മണ്ടായാലും കുഞ്ഞല്ലേ? എടാ അയ്യോ എന്റെ ദൈവമേ, ഇത് ഏതാ നീ നിക്കണ അവിടെ? എന്റെ മുതലാളിയോട് ഞാൻ പറഞ്ഞു ആരെയും കാണുന്നില്ലല്ലോ. എന്റെ മുതലാളിയോട് ഞാൻ ദൈവമേ പീഡനം നടന്നു കാണും. ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ദൈവം ആരടാ വഴിയില്? ഓ എന്റെ ദൈവമേ, മന്ദാകിനി കുഞ്ഞിനെങ്ങാനും ദൈവമേ. മുതലാളി, അയ്യോ മുതലാളി, മുതലാളി എന്തുവാടായത്? മുതലാളി നിന്നെ കൊണ്ട് ഞാൻ തോറ്റുപോയല്ലോടാ. നിന്റെ ശരീരത്തിന് വലിപ്പുള്ള എടുത്ത പോരടാ. എന്ത് മണ്ടത്തരവാ നീ പറയാൻ പോകുന്നത്? എന്ത് ഭാഷയാ നീ മനസ്സിലാവുന്ന ഭാഷ പറയടാ. ഒരാളുടെ മോള് മന്ദാകിനി കുഞ്ഞ് ഒരാളി വന്ന് 50 ഒരു പ്രേമത്തിനും ആയുസ്സുണ്ടായിട്ടില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പ് അംഗീകരിച്ചു കൊടുക്കാൻ രാഘവേന്ദ്രൻ ഒരിക്കൽ കൂടി ജനിക്കണം. മനസ്സിൽ വലുതാക്കി സ്വപ്നം കാണണ്ടെന്ന് നിന്റെ മോളോടൊന്ന് പറഞ്ഞേക്ക്. शांति और समाधान नहीं चाहिए. स्टार्टिंग वहीं से करते हैं. नाम क्या है? പേരെന്താണ്? മന്ദാകിനി. മന്ദാകിനി, ഒരുമിച്ചുള്ള ജീവിതം വേണ്ട. थोड़ा समय के लिए बस. समझ क्या? എവിടെയാ? കാണുന്നില്ലല്ലോ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആരുമില്ല. നീ വേഗം പുറത്തേക്ക് വാ. ഓക്കെ ഓക്കെ.
എൻ്റെ ഒരു തൊഴിലാളി കുറ്റമേറ്റെടുത്ത് ഇപ്പോൾ ജയിലിലാണ്. നിയമത്തിന് മുൻപിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനെന്നും കുറ്റവാളിയാണ്. ദാനധർമാദികളിലൂടെ ആ പാപക്കരകൾ ഞാനിപ്പോൾ കഴുകിക്കളയുകയാണ്. സാറേ, മകളെ അപ്പൻ കൊന്നു, കാമുകനെ അപ്പൻ കൊന്നു. എനിക്കൊരു സംശയം, റീസയും ഷാജിയും പ്രേതങ്ങളാണല്ലേ? എനിക്ക് വീണ്ടും ഒരു സംശയം, ഈ പ്രശാന്ത് സാറും മന്ദാകിനി കുഞ്ഞും പ്രേതങ്ങളാകുമോ? മൊത്തം പ്രേതങ്ങൾ. മുതലാളി, ഈ കളിലാക്കുന്നില്ലപ്പൻ എന്നെ തല്ലാവുന്നു. ഞാനോ? എപ്പം? മുതലാളി, ഞാൻ രാവിലെ തുടങ്ങിയ ഓട്ടവാ, ഇപ്പോഴാ ഇവിടെ എത്തിയത്. ആ ബ്ലങ്കാവ് മുഴുവൻ പ്രേതങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ്. ആ അതെ അതെ, കുരുക്കളനോട് പറഞ്ഞ അവിടെ ഇതിലുള്ളവരാരുമില്ലെന്ന്. ഇപ്പൊ എനിക്കൊരു സംശയം, ഞാനും പ്രേതമാണോന്ന്. എന്താണ് 5 നാളുകളായി ഗായത്രി ദേവി ഉപവാസത്തിലാണ്. തമ്പുരാൻ നിർദ്ദേശിച്ചതുപോലെ എല്ലാ പൂജകളും നടത്തുന്നുമുണ്ട്. നാം ഒരു വിഘ്നം കൂടി കാണുന്നുണ്ട്. വരുന്നയാൾ ചില്ലറക്കാരനല്ല. മണ്ണിലൂടെ, വായുവിലൂടെ, അഗ്നിയിലൂടെ എങ്ങനെയുമാകാം. പ്രതിരോധം വേണം. അപൂർവങ്ങളിൽ അപൂർവം. ശാസ്ത്രവിധികൾക്കു വിരുദ്ധം ദയാരഹിതമായ ഒരു ദുരന്തത്തിന് നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും. താന്ത്രിക വിദ്യകളിൽ ഇതിന് പരിഹാരമൊന്നുമില്ലേ? ചില ചലച്ചിത്രങ്ങളിൽ കാണിക്കുന്ന മാജിക് ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. അല്ല, രക്ഷിക്കാനുള്ള പഴുത്, അതിനുള്ള മാർഗം. കാലഭൈരവനെ പ്രീതിപ്പെടുത്തണം. കാലഭൈരവൻ ശിവഭഗവാന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനി. കാശിയിലാണ് വാസം. വെച്ച് നോക്കുകയാണെങ്കിൽ, എന്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ എവിടെയോ തന്നെ കാണാൻ സാധ്യതയുണ്ട്. ആരാണ് അയാൾ? തലയോട്ടികളെ ആഭരണമാക്കിയവൻ ആര്? ചുടല ഭസ്മം ധരിച്ച് ജടയാട്ടി താണ്ഡവ നൃത്തം ചെയ്തവൻ ആര്? നിന്റെ ഈ പ്രപഞ്ചത്തെ കൈകളിലിട്ട് അമ്മാനമാടിയതും ആര്? നീ ആരാണെന്നറിയണമെങ്കിൽ നീ നിന്നെ തന്നെ അറിയണം. ഞാൻ ആരാണെന്നറിയണമെങ്കിലും നീ നിന്നെ തന്നെ അറിയണം. എല്ലാം അറിയാമെന്ന ഭാവം, മ്ലേച്ഛമായ അഹങ്കാരം താങ്കളെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. എന്നെ അറിയാത്ത തന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, തിരികെ പോ. ഈ ഭൂമിയിൽ ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല, പ്രീതിപ്പെടുത്താൻ. എന്റെ രക്ഷകൻ 14 ലോകങ്ങളിലും ഇരുന്ന് എല്ലാം അറിയുന്നു. അവനാണ് ഗുരു, അവനാണ് സർവമയം, അവനാണ് മായ, അവനാണ് മായ, അവനാണ് മായ, അവനാണ് മായ. മഹേശ്വര, മഹാദേവ,
ഒരദർശശക്തി വലയം ചെയ്തിരിക്കുന്നു. ഇരുട്ടിനെ മായ്ക്കുവാൻ എന്നാൽ കഴിവതില്ല. അങ്ങല്ലാതെ വേറൊരഭയവും ഇല്ല. കുട്ടികളുടെ ജീവിതം അപകടത്തിലാവുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. ഈ ജനറേഷൻ വിശ്വസിക്കില്ല, അനുഭവം പഠിപ്പിക്കത്തുമില്ല. ചെറിയ ജീവിതം ത്രില്ലായി കാണാനാണ് അവർക്കിഷ്ടം. സഹായം അഭ്യർത്ഥിച്ചാണ് ഇത്രയിടം വന്നത്. ഇപ്പോൾ ഞാൻ പൂജകൾക്കൊന്നും പോകാറില്ല. ബാധ ഒഴിപ്പിച്ചവരും മന്ത്രവാദവും ആഭിചാരക്രിയകളും ചെയ്ത പൂർവികരുമെല്ലാം നശിച്ചന്യാധീനമായി. എന്റെ ഈ തലമുറ കൂടി കഴിഞ്ഞാൽ തീർന്നു എല്ലാം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മുടെ പൂർവികർ നേടിയ സർവവും തലമുറകളായി മണ്ണിനടിയിലായി. വിദേശികൾ അതറിയാനുള്ള ആർജവം കാണിച്ചപ്പോൾ നമ്മളതിനെ പുച്ഛിച്ച് ചവിട്ടിത്തള്ളി. ജീവിച്ചിരിക്കുന്ന ദിവ്യന്മാരിലൊരാൾ അങ്ങ് മാത്രമാണ്. സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ഈ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേറൊരു ആശ്രയവുമില്ല. ഞാൻ ദൈവജ്ഞനൊന്നുമല്ല. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവവുമായി സംസാരിക്കുന്ന മീഡിയേറ്ററുമല്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എന്നെ ഒഴിവാക്കി തരണം. ഉറച്ച വിശ്വാസം മനസ്സിന്റെ ശക്തിയാണ്. ആ വിശ്വാസം ആർജിക്കണം. രണ്ടു മനുഷ്യർക്ക് ജീവിതം, രണ്ടാത്മാക്കൾക്ക് മോക്ഷം. അങ്ങ് വരണം, ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. നാം കാണുന്നു ആ ആത്മാക്കളെ. മോക്ഷപ്രാപ്തിക്കായി അലഞ്ഞു തിരയുന്നവരാണ്. ദുർബലരായ മനുഷ്യ മനസ്സുകളെ അവർക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താനാവും. പ്രശാന്തേട്ടന് ഈ സ്ഥലം ഏറെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ ശാന്തത, മാസ്മരികത എന്നെ ഞാനല്ലാതാക്കുന്നു. ഈ ശാന്തതയ്ക്ക് പിന്നിലും ഒരു ഭയാനകത ഒളിഞ്ഞിരിപ്പുണ്ട്. സൂക്ഷിക്കണം. നിന്റെ സാമീപ്യത്തോടെയുള്ള ഈ നിമിഷങ്ങൾ എന്നും എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. നമ്മെ അകറ്റിയത് എൻ്റെ മമ്മയും നിന്റെ കുടുംബമാണ്. എന്റെ പക അവരോടൊന്നുമല്ല. പിന്നെ എന്നോടോ? ഏയ്, ഒരിക്കലും അല്ല. ഇപ്പോഴും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നോടൊപ്പം ഉണ്ടാവണം എന്നും. നീ ആരാ?
എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ഉദ്ദേശവും അത് തടയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നടത്തി തരുവാൻ കൂടിയാണ്. നീ മന്ദാകിനിയല്ല, മനുഷ്യ സ്ത്രീയുമല്ല. ആരാണ് നീ? ആ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. ആരാണ് നീ? എനിക്ക് വേണം, എനിക്ക് വേണം. എന്തിന്? നിങ്ങളുടെ വർഗം ഞങ്ങളെ വേർപെടുത്തിയതാണ്. പൈശാചികമായി അയാൾക്ക് പശ്ചാത്താപമുണ്ട്, പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അയാൾ തയ്യാറുമാണ്. വേണ്ട, അയാൾ എനിക്ക് കാണണ്ട. എനിക്ക് മന്ദാകിനി വേണം, അയാളുടെ മകളെ. ഈ ജന്മത്തിൽ നിനക്കത് കഴിയില്ല. അടുത്ത ജന്മത്തിൽ അവൾ നിനക്ക് സ്വന്തമാണ്. വേണ്ട, വേണ്ട. ജീവനുള്ള അവളുടെ ശരീരം നിനക്ക് വേണം, അല്ലേ? യോഗശക്തിയാലും താന്ത്രിക സിദ്ധിയാലും ദൈവാംശമുള്ള ഞാൻ പറയുന്നു, നീ അനുസരിക്കണം. ഞാനിതാ സത്യം ചെയ്ത് വാക്ക് നൽകുന്നു, ഒരിക്കലും വേർപെടുത്താനാവാത്ത വണ്ണം നിങ്ങളെ ഒരുമിപ്പിക്കാമെന്ന്. സത്യം, സത്യം, സത്യം. അങ്ങ് പറഞ്ഞ വാക്കിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എന്നാൽ എങ്ങനെയാ വാക്കിന് സത്യം നൽകാനാകും? അവൾ ശാന്തസ്വരൂപിണിയല്ല, നിഗ്രഹമാണ് ലക്ഷ്യം. അതാണ് തടയേണ്ടത്. അതോടൊപ്പം ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും വേണം. തിരുമേനിയുടെ ഉദ്ദേശം മനസ്സിലായി. ഒരു വിഷ്വൽ ഇമ്പാക്ട്, ദൃശ്യവിസ്മയം. കാണികളെ മയക്കുന്നത് പോലെ പ്രേതങ്ങളെ മയക്കാനുള്ള ഒരു മാജിക് അല്ലേ? അതെ. ഇനി വൈകിക്കണ്ട. വിശ്വപ്രപഞ്ചത്തിന്റെ സർവശക്തിയും ചൈതന്യവുമായ ത്രിമൂർത്തികളിൽ സാക്ഷാൽ സംഹാരമൂർത്തിയായ മഹേശ്വരനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഭൂതഗണങ്ങളെയും പ്രീതിപ്പെടുത്തണം. കാലഭൈരവനാണ് പ്രധാനി. ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി തുടങ്ങി ഭൂതപ്രേത പിശാചുക്കളെയും പ്രീതിപ്പെടുത്തിയാലേ ഈ കാലഭൈരവൻ നമ്മുടെ രക്ഷകനാണ്. അവർക്ക് വേണ്ടിയുള്ളതാവണം ഇനിയുള്ളതെല്ലാം. ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. ഇനിയൊരു ശക്തിക്കും നമ്മളെ വേർപെടുത്താനാവില്ല. എന്നെ ആരൊക്കെയോ ബന്ധനസ്ഥനാക്കിയതുപോലെ, കാഴ്ചയ്ക്ക് മങ്ങലേറ്റതുപോലെ. ആകെ കാണുന്നത് ഒരു രൂപം മാത്രം, നീ. നീ കാണുന്നില്ലേ നിന്റെ കൂട്ടർ എനിക്കായി തീർക്കുന്ന പത്മവ്യൂഹം? അത് ഭേദിച്ച് തകർക്കാൻ എനിക്കാവും. നാലാം വേദക്കാരന്റെ ശക്തി അവർക്കറിയാനാവില്ല. എല്ലാം ഞാൻ അറിയുന്നു. ശത്രുക്കളാണ് ചുറ്റും. അവർ വേട്ടപ്പട്ടികളെ പോലെ എന്നെ പിന്തുടർന്നു. എന്നെ തന്നെ ഞാൻ അന്നേ നിങ്ങൾക്ക് നൽകിയതാണ്. ഇനി മരിക്കേണ്ടി വന്നാലും എന്റെ ആത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല ആ ഭ്രാന്തമായ ശബ്ദം? അതെന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ പിന്മാറില്ല ഒരിക്കലും. ഇന്ന് തന്നെ ഇവിടം വിട്ടു പോണം. നീയാണ് എന്റെ ശക്തി. എനിക്ക് വേണം നിങ്ങളെ മാത്രം. നമ്മളെ പിരിക്കാനാവില്ല ഒരു ശക്തിക്കും ഈ ലോകത്ത്.
താങ്കളുടെ ലക്ഷ്യം എനിക്കറിയാം. സുഹൃത്തിനെ സഹായിക്കാനായി വന്നയാൾ. തടസ്സം നിൽക്കാനാണ് ഭാവമെങ്കിൽ നശിപ്പിച്ചു കളയും ഞാൻ. ഞാൻ നിങ്ങളുടെ ശത്രുവോ മിത്രമോ ഒന്നുമല്ല. ഒരു ജോലി ഏറ്റെടുത്താൽ പൂർത്തീകരിക്കുന്നൊരു സ്വഭാവമുണ്ട്. തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. ഇവിടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. എനിക്ക് പ്രശാന്തിനെ തിരിച്ചു വേണം. ഏത് പ്രശാന്ത്? ആരുടെ പ്രശാന്ത്? ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് ഞാൻ തേടുന്ന പ്രശാന്ത്. അയാളെ ഉപേക്ഷിച്ച് നീ പോണം. നിക്ക്, എന്റെ വാക്കനുസരിക്കാതെ നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. താങ്കൾ എന്നെ തടയുമെന്നോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? പ്രേതത്തിനെ അകറ്റാൻ വേണ്ടി ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പൂജ, മന്ത്രം, മണ്ണാങ്കട്ട. എൻ്റെ അച്ഛൻ ഇതിലൊന്നും വിശ്വാസമുള്ള ആളായിരുന്നില്ല. ഇപ്പൊ അതിയാനും അവരുടെ കൂടെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യാ? ഇവരൊക്കെ കാണിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ പുച്ഛാ തോന്നുന്നത്. ആ പ്രശാന്തിനെ പ്രേതമാക്കി, ഭ്രാന്തനാക്കി, മയക്കി ആ വലിയ മരത്തിന്മേലെ കയറ്റി. ഇതുകൊണ്ട് അവിടെ വല്ല പോലെ കിടന്ന് ആടുന്നു. ഇനി നീയും ഇതുപോലെ വല്ല പ്രേതോ യക്ഷിയോ ആണെന്ന് പറയുന്ന എന്റെ പേടി. മന്ദാകിനി, നീ എന്തൊന്നും മിണ്ടാത്തേ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമോ, ശിവായ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമോ, ശിവായ നമോ. ഓം നമോ ഭഗവതേ നരസിംഹായ അതുരവീര പരാക്രമായ ഘോര രൗദ്ര മഹിഷാസുരൂപായ ത്രൈലോക്യ ഡമരായ രൗദ്ര ഛത്രപാലായ, രൗദ്ര ഛത്രപാലായ. ഓം ഹ്രീം ഹ്രോം നമഃ ശിവായ, ഓം ഹ്രീം ഹ്രോം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. താഢ്യ താഢ്യ മോഹ്യ മോഹ മോഹി ദ്രവി 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 ചോപി 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 യാപി 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 സദയ സദയ സദഹിം ഹൃദയേ, സദയ സദയ സദഹിം ഹൃദയേ. അശക്തയെ പൃഥ്ലലാട്ട് ബന്ധം യത് ഹൃദയേ സ്തംഭൈ സ്തംഭൈ, യത് ഹൃദയേ സ്തംഭൈ 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 സ്തംഭൈ. ഗിലി ഗിലി ഗുണ്ടാകിനി ഡാകിനി ഡാകിനി പ്രച്ഛാദൈ പ്രച്ഛാദൈ ശാകിനി, പ്രച്ഛാദൈ പ്രച്ഛാദൈ ശാകിനി, പ്രച്ഛാദൈ പ്രച്ഛാദൈ ഭൂതം പ്രച്ഛാദൈ പ്രച്ഛാദൈ. അഭുദിയതി സ്വാഹാ സ്വാഹാ അഭുദിയതി സ്വാഹാ. രാക്ഷസ് പ്രച്ഛാദൈ പ്രച്ഛാദൈ ബ്രഹ്മ രാക്ഷസ് പ്രച്ഛാദൈ. ആകാശം പ്രച്ഛാദൈ പ്രച്ഛാദൈ സിംഹിനി പുത്രം പ്രച്ഛാദൈ പ്രച്ഛാദൈ പ്രച്ഛാദൈ. ഓം ഹ്രീം ഓം നമഃ ശിവായ, ഓം
Hrim Om Namah Shivaya. ఏకటాకిలీగం సదయ సదయ అనేన మంత్రం తాకిలు శాకిలు భూత ప్రేత పిశాచాది ఏకాహి ద్వాహి ధాహి చ బుద్ధి పంచామి పాత్రిక్ పైత్రిక్ సష్మి డాకిలి గ్రహాది నక్షత్రం ముంజ స్వాహ స్వాహ ముంజ స్వాహ బ్రహ్మ విష్ణు మహేశ్వరం సురేమంద్ర ఈశ్వరో వాచ Bye. അപ്പോ ഓക്കെ.